ഇന്നലെ രാത്രിയാണ് ഗൾഫ് സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയത്. അദ്ദേഹം മടങ്ങിയെത്തിയതിന് പിന്നാലെ ബിനോയ് വിശ്വത്തെ ടെലിഫോണിൽ വിളിച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. PM ശ്രീയിൽ ഒരു സമവായ നീക്കം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയാണ് അദ്ദേഹം വിളിച്ച് സംസാരിച്ചത്. പിന്നോട്ട് പോവുക പ്രയാസമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു, കാര്യം ഒപ്പിട്ട് കഴിഞ്ഞു. എന്നാൽ ബിനോയ് വിശ്വം തൻ്റെ എതിർപ്പ് അദ്ദേഹത്തോടും പ്രകടമാക്കി എന്നാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ പറയുന്നത്. ശ്രീജിത്ത് ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടാൽ പതുങ്ങും എന്ന് ആളുകൾ പ്രചരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ബിനോയ് വിശ്വം അദ്ദേഹത്തോടും മുഖ്യമന്ത്രിയോടും എതിർപ്പ് പറഞ്ഞു എന്ന് ലഭിക്കുന്ന വിവരം ശരിയാണോ? SKN മുഖ്യമന്ത്രിയുടെ ഈ കരുത്തിന് മുന്നിൽ CPI വഴങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് CPM നേതൃത്വം വെച്ചുപുലർത്തുന്നത്. അത്തരമൊരു പൊതുധാരണ മുന്നണിക്കകത്തുമുണ്ട്. കാരണം മുഖ്യമന്ത്രി തിരിച്ചെത്തി പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ CPI പിൻവാങ്ങും എന്ന ധാരണയാണ് പൊതുവെ പ്രചരിക്കുന്നത്. അങ്ങനെ ബിനോയ് വിശ്വം ആഗ്രഹിച്ചാൽ പോലും കഴിയാത്ത സാഹചര്യമാണ് CPI സംസ്ഥാന നേതൃത്വത്തിനകത്ത് ഉരുണ്ടുകൂടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം CPI അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടിരിക്കുന്നു. മുന്നണി യോഗത്തിലോ മന്ത്രിസഭാ യോഗത്തിലോ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി PMC പദ്ധതിയിൽ ഒപ്പിടാനെടുത്ത തീരുമാനം വലിയ അഭിമാനക്ഷതമായിട്ടാണ് CPI നേതൃത്വം കാണുന്നത്. മാത്രമല്ല CPIഎമ്മിന്റെ നേതാക്കളും സൈബർ അണികളുമൊക്കെ CPIക്കെതിരെ പടച്ചുവിടുന്ന അപമാനകരമായ പോസ്റ്റുകളും മറ്റും അവരെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും വിട്ടുവീഴ്ച പാടില്ല എന്ന ശക്തമായ വികാരമാണുള്ളത്. അതിനിടയ്ക്കാണ് മുഖ്യമന്ത്രി ഒരു സമവായ നീക്കവുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചു. എന്നാൽ PMC പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന CPIയുടെ ആവശ്യത്തോട് മുഖ്യമന്ത്രി അനുകൂലമായി പ്രതികരിച്ചില്ല. ഫണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഏറ്റവും അനിവാര്യമായ ഘട്ടമാണിത്. പ്രധാന പദ്ധതികളെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ മറ്റ് കടുത്ത നടപടികളിലേക്കൊന്നും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPI പോകരുത്, അത് മുന്നണിയെ ആകെ തന്നെ ദോഷകരമായി ബാധിക്കും എന്ന അറിയിപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ നിലപാട്, അതായത് ഏകപക്ഷീയമായി കരാറിൽ ഒപ്പിട്ടതിലുള്ള എതിർപ്പ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയോടും പ്രകടിപ്പിച്ചു എന്നാണ് സൂചന. മുഖ്യമന്ത്രിയോട് അത്തരമൊരു എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയാവുന്ന ഒരു പരിസ്ഥിതിയല്ല ബിനോയ് വിശ്വത്തിന് സംഘടനാപരമായും CPIക്കകത്തുള്ളത്. അദ്ദേഹം അല്ലെങ്കിൽ തീർത്തും ഒറ്റപ്പെടുന്ന സാഹചര്യം വരും. എന്തായാലും ബിനോയ് വിശ്വം പാർട്ടി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മുഖ്യമന്ത്രി സമവായ നീക്കം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു മൂന്നാം ഊഴത്തിന് ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്ക് അത് വലിയ കീറാമുട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.